ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ മാർക്കറ്റ് ഇന്നലത്തെ ദിവസം കനത്ത സെല്ലിങ്ങിന് ശേഷം ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷൻ ആദ്യം ഗ്ലോബൽ മാർക്കറ്റിലെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ആ റെഡിഷ് ക്യാരക്ടറിന് ശേഷം ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കാം. 22 ജനുവരിയിലെ നോക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചേഴ്സ് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സിൽ അത്യാവശ്യം ന്യൂട്രൽ ടു പോസിറ്റീവ് സെന്റിമെന്റ്സിലേക്ക് പതുക്കെ കടന്നു വരുന്നതായിട്ടും ഗിഫ്റ്റ് നിഫ്റ്റി 197 പോയിന്റ് അപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഗിഫ്റ്റ് നിഫ്റ്റി അപ്പായതുകൊണ്ട് തന്നെ മേ ബി നമുക്ക് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റാർട്ട് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് അത്യാവശ്യം നല്ല ക്ലോസിംഗ് ആണ്. സെല്ലിംഗ് പ്രഷർ അബ്സോർവ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവ് സെൻസിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റി അത്യാവശ്യം ഇന്ന് നല്ല രീതിയിൽ ഹോൾഡ് ഓൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും. ഞാൻ ഒരു നിഫ്റ്റിയുടെ പ്ലെയിൻ ചാർട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലിക്വിഡിറ്റി എടുക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം ലിക്വിഡിറ്റി എടുത്താണ് അപ്പ് സൈഡ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുക മാർക്കറ്റിൽ അത്യാവശ്യം സെല്ലേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ പാനിക് ആക്കിയ ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ പ്രോപ്പർ സെല്ലിംഗ് നടന്ന ശേഷം മാർക്കറ്റ് റിക്കവറിക്കുള്ള ഒരു ശ്രമം അറ്റംപ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് എന്തായിരിക്കണം ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യാത്ത പക്ഷം നമുക്ക് ഒരു ബുള്ളിഷ്നെസ് ആ ഒരു ബുള്ളിഷ്നെസ്സിന്റെ കണ്ടിന്യൂവേഷൻ ലാസ്റ്റ് ടൈമിൽ മാർക്കറ്റിൽ ഇന്നലെ അവസാനം ഉണ്ടായിരുന്ന ആ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈനർ ലെവലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ക്ലോസ്ലി നിങ്ങൾ വാച്ച് ചെയ്യുക. ലാസ്റ്റ് 5 മിനിറ്റിലെ കാൻഡിൽ സ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അറിയാം ലാസ്റ്റ് മണിക്കൂറുകളോളം എത്രയും 1% മൂവ്മെന്റ് ഡൗൺ സൈഡിൽ നിന്നുണ്ട്. 24,900 എന്നുള്ള റേഞ്ചിൽ നിന്ന് 25,200 റേഞ്ച് വരെ മാർക്കറ്റ് പോയി. പിന്നെ അതിനുശേഷം ജസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നു. ആ പുൾ ബാക്കിൽ അഗ്രസീവ് ആയിട്ടുള്ള പുൾ ബാക്ക് ആയിരുന്നില്ല, മറിച്ച് സെറ്റിൽഡ് പുൾ ബാക്ക് ആയിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് അത്യാവശ്യം ഹോൾഡ് ഓൺ ചെയ്തതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റിനെ ഒന്ന് കൂൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെല്ലിംഗ് പ്രഷർ കൂൾ ഓഫ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ ഡെഡ് കാറ്റ് ബൗൺസ് എന്ന് പറയുന്ന രീതിയിലേക്കാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കി ഇപ്പം ഒരു ടോട്ടലി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇനി മാർക്കറ്റിന് വേണമെങ്കിൽ ഈ ഒരു സോൺ ഉണ്ടല്ലോ 25,322 to 24,440 എന്നുള്ള സോണിൽ നിന്നും താഴോട്ട് വരാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുമോ എന്നുള്ളത് എനിക്ക് ഒരു കൺസേൺ ആയിട്ട് നിൽപ്പുണ്ട്. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ഈ സോൺ, പിന്നെ ഒരു സോൺ എന്ന് പറഞ്ഞാൽ 25,650 ഈ സോണിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. മനസ്സിലായോ? ഈ ഒരു സോൺ കണ്ടില്ലേ, ഈ ഒരു ഇത്രയും ഏരിയ മാർക്കറ്റിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. കാര്യം ഒത്തിരി സെല്ലിംഗ് പ്രഷർ മുന്നത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഈ ഒരു ഏരിയ എനിക്കൊരു സെല്ലിംഗ് പ്രഷർ മേ ബി നേരിടാൻ തോന്നുന്നുണ്ട്. സോ ആ ഒരു കൺസേൺ ഉണ്ട്, ലൈക്ക് ഇങ്ങോട്ടൊരു സെല്ലിംഗ് പ്രഷറിന് അബ്സോർബ് ചെയ്യാനായിട്ട് വീണ്ടും പോകുന്നതാണോ എന്നുള്ള കൺസേൺ ഉണ്ട്. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്രയും മൂവ്മെന്റ് ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് മേ ബി മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 400 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഒരു ബോട്ടം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ ഒരു ബോട്ടം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഈ ഒരു 24,900 എന്ന് പറഞ്ഞ ബോട്ടം ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഒരു 917 എന്നുള്ള ബോട്ടം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും ബോട്ടം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാർക്കറ്റ് ഇത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. ഇത്രയും വലിയ സെല്ലിംഗ് പ്രഷർ അബ്സോർബ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ അറിയാം ഇനിയും മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഈ ലോയിലേക്കായിരിക്കും മാർക്കറ്റ് ഉണ്ടാകാൻ പോവുക. ഓക്കെ, ഇനി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഈ ഒരു ലോ 24,400 എന്നുള്ള സോണിലേക്ക് മാർക്കറ്റ് എത്താം. സോ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. അത്യാവശ്യം മാർക്കറ്റ്സ് എല്ലാം 24,970 എന്ന് പറഞ്ഞ ഏരിയ ഹോൾഡ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം. സോ ഈ ഏരിയ 24,917 ഹോൾഡ് ചെയ്യുന്ന പക്ഷം നമുക്ക് അധികം പാനിക്കിനേക്ക് ഞാൻ പോകത്തില്ല. ഈ ഒരു ഏരിയയിലേക്കുള്ള മാർക്കറ്റിന്റെ അപ്സൈഡ് മൊമെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ മാർക്കറ്റിനെ സമീപിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ബാഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ. ആൻഡ് ഇന്ന് എന്തെങ്കിലും സ്റ്റോക്സ് ന്യൂസസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ന്യൂസസ് ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസം തന്നെ എന്താണെങ്കിലും നമുക്കൊന്ന് കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇന്ന് ഇൻഡിഗോയുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇൻഡിഗോയുടെ കൊളാപ്സ് അതായത് എയർലൈൻ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇൻഡിഗോ, ഇന്ത്യൻ ബാങ്ക്, DLF, ബന്ധൻ ബാങ്ക്, ആദിത്യ ബിർള, സൺലൈഫ് AMC, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, CAMS, കോഫോർട്ട്, സയൻസ്, IIFL ഫിനാൻസ്, ഇക്സിഗോ, എംഫസിസ്, പ്രീമിയർ എനർജീസ്, റാഡിക്കോ ഖൈത്താൻ, സിൻചീൻ, തൻല പ്ലാറ്റ്ഫോം, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. സി എന്റർടൈൻമെന്റ്, വിമാർട്ട് റീറ്റെയിൽ,
അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം, പോസിറ്റീവ്ലി മാർക്കറ്റ് റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യം നോക്കാം. സോ ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ന് ഓൾറെഡി വന്ന കമ്പനികളിലാണെങ്കിൽ ഡോക്ടർ റെഡ്യൂസ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ചെറിയൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്, ബട്ട് റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എട്ടേണലിൻ്റെ വന്നിട്ടുണ്ട്, ലൈക്ക് പ്രോഫിറ്റ് സർജസ് റവന്യൂ സൂംസ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ജിൻഡാ സ്റ്റെയിൻലെസ് സ്റ്റീലിലും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഗ്രോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗ്രോസ് NPA ഫോൾ ചെയ്തു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ബജാജ് കൺസ്യൂമർ കെയറിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ജംപ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദു പെട്രോയ്ക്ക് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. വാർ എനർജീസിന് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. ആനന്ദ് രാജിനും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റിന് റിയാക്ട് ചെയ്യാൻ പറ്റിയ ന്യൂസുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം, ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രാവിറ്റ, KE ഇൻഡസ്ട്രീസിനെല്ലാം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണെന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ട്രിഗേഴ്സ് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ ബയോകോണിനെ സംബന്ധിച്ച് ബയോകോൺ ബയോളജിക്സ് ഫ്രം മൈലാൻ ഇൻകോർപ്പറേറ്റഡിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇക്വിറ്റി അക്വിസിഷൻ നടക്കുകയാണ്. മോസ്റ്റ്ലി അതിനുകൊണ്ട് 98% സ്റ്റേക്ക് ബയോകോൺ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലെമൻട്രി ഹോട്ടൽസ് ഒരു ലെമൻട്രി പ്രീമിയർ എഗ്രിമെന്റ് ലൈക്ക് മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ 85 റൂം ഹോട്ടൽ പ്രോപ്പർട്ടി നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ലൈസൻസ് എഗ്രിമെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. സബ്സിഡറി വഴിയായിരിക്കും നടത്താൻ പോവുക. പിന്നെ CESCയുടെ ന്യൂസ് ഉണ്ട്. മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3 ഗിഗാവാട്ട് സോളാർ സെൽ ആൻഡ് മോഡ്യൂൾ പ്ലാന്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്ന. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3800 കോടിയിലധികം വരുന്ന വലിയൊരു പ്രൊജക്റ്റാണ് നടക്കാൻ പോകുന്നത് CESC ആയിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് ബൾക്ക് ഡീൽ നടന്നിട്ടുണ്ട്. ഇന്നലെ ശങ്കർ ശർമ്മ ഐസ് ഇൻവെസ്റ്റർ രാമ സ്റ്റീൽ ട്യൂബ്സിൽ സെല്ലിംഗ് 1 crore ഇക്വിറ്റി ഷെയർസ് സെല് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ ബ്ലോക്ക് ഡീലായിട്ട് ബന്ധപ്പെട്ട് അദാനി ഗ്രീൻ എനർജിയിൽ ഗോൾഡ്മാൻ സാക്സ് ബൈ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി 10 lakh ഷെയർ 883.30 per ഷെയർ വെച്ച് ബന്ധപ്പെട്ടാണ് അദാനി ഗ്രീൻ എനർജിയിൽ ഗോൾഡ്മാൻ സാക്സ് ബാങ്ക് ഷെയർ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരുപാട് ന്യൂസസ് പോസിറ്റീവ് ട്രിഗേഴ്സ് ഉണ്ട്. സോ മാർക്കറ്റ് നിഫ്റ്റി ഇന്നത്തെ ഹോൾഡ് ചെയ്യുമെങ്കിൽ വീണ്ടും നമുക്ക് ആക്റ്റീവ്ലി ട്രേഡിങ്ങിലേക്ക് നമുക്ക് കടക്കാമായിരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് ചില കാര്യങ്ങളിൽ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഹിന്ദു പെട്രോൾ നോക്കുവാണെങ്കിൽ തന്നെ ഇന്നലെ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്. സോ ഇന്നൊരു റിസൾട്ട് വരുവാണെങ്കിൽ, ഇന്നത്തെ റിസൾട്ടൊക്കെല്ലാം മോസ്റ്റ്ലി നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുത്ത പ്രതീക്ഷിക്കുന്നത് ഒരു റീറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു പാനിക് സെല്ലിംഗ് എന്തിനായിരുന്നു അറിയത്തില്ല. അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ വന്നിട്ടുള്ള സ്ഥിതിക്ക് ഞാൻ ഇനി വെയിറ്റ് ചെയ്യും. ഈ ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോകുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിൽ ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല പോസിറ്റീവ് ട്രിഗേഴ്സ് ന്യൂസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ് ഹിന്ദു പെട്രോൾ. പിന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ എന്താണെങ്കിലും ഇട്ടേക്കുന്ന വേറെയും സ്റ്റോക്കുകളുണ്ട്. ലൈക്ക് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻസ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതെല്ലാം ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. മാർക്കറ്റ് മോശമാണോ അല്ലേ എന്നുള്ളതെന്നല്ല, വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിടാറുണ്ട്. പെർഫോമൻസ് എല്ലാം വാച്ച് ചെയ്യാറുണ്ട്, ക്ലോസ്ലി ട്രാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത് എടുക്കണമെന്ന് വിചാരിച്ച സ്റ്റോക്കാണ്, ബട്ട് മാർക്കറ്റ് മോശമായതുകൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റോക്ക്. നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അഗ്രസീവ്ലി ബൈ നടന്നൊരു സോണാണ് മാർക്കറ്റ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ. നിങ്ങൾ ഇതിന് മുന്നേ ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് അറിയാം. സോ ഈ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് മാർക്കറ്റ് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിൽ മൂവ് ചെയ്ത സ്ഥലമാണ്. ആൻഡ് മാർക്കറ്റ് എന്ത് സംഭവിച്ചു, എത്ര പെർസെൻ്റാണ് ഈ ഒരു ഹൈയിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 30% ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. 760 മുകളിൽ ട്രേഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത്യാവശ്യം നല്ലൊരു സോണിൽ നിൽക്കുകയാണ്. ബയേഴ്സിന് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റിയ ഒരു സോണിലാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം നാളെ ഈ ഒരു 1-2 വീക്കിനുള്ളിൽ ഈ സ്റ്റോക്ക് മേ ബി ഈ ഒരു ഹൈ റീഗെയിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. കാര്യം അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണിൽ നിൽക്കുകയാണ്. മാർക്കറ്റിനെ പോസിറ്റീവ്ലി ട്രിഗർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സ്ട്രെങ്ത് നിലവിൽ ഈ സ്റ്റോക്കുകൾക്കെല്ലാം ഉണ്ട്. ബട്ട് മാർക്കറ്റ് വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടെയാണ് ആളുകൾ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് പല സ്റ്റോക്കിലും വരേണ്ട ടൈമും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാനോട് തെറ്റില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലോസിംഗ് കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് ആക്റ്റീവ്ലി നല്ല സ്റ്റോക്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും വളരെ കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ഒരു മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളടക്കം എല്ലാം നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട്. കെർണക്സ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. അപ്പം എല്ലാ സ്റ്റോക്കും നമ്മൾ വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യുന്നത് മാത്രമാണ് ചെയ്യുന്നത്. കഴിയുന്ന എല്ലാവരുടെ അവസ്ഥയിൽ ഒരുപാട് നല്ല സെറ്റപ്സ് ഒക്കെ സ്പോയിലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം
ഇതെല്ലാം തിരിച്ച് റീഗെയിൻ ചെയ്യുമോ, സ്ട്രെങ്ത്തോടെ തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ 1-2 ദിവസത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. മാർക്കറ്റിന് എന്നും ഇതേപോലെ ഡൗൺ സൈഡ് മാത്രം പൊയ്ക്കൊണ്ടിരിക്കാനൊന്നും കഴിയില്ല. ഓക്കെ, അപ്പം ക്ഷമയോടെ കാത്തിരിക്കൂ. നമുക്ക് കൂടുതൽ സ്റ്റോക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ലൈവ് ട്രേഡിങ്ങിലേക്ക് പോകാം വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, താങ്ക് യു.